ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കുറച്ച് മേക്കപ്പ് ബ്രഷും അതിൻ്റെ യൂസസും കാണിക്കാം കേട്ടോ. ശരിക്കും മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ മേക്കപ്പ് ബ്രഷിനെ പറ്റിയും വലിയ ഐഡിയ ഒന്നും കാണത്തില്ല. ഈ ബ്രഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ബ്രഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കാണില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ വീഡിയോ. അത് മാത്രമല്ല ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മേക്കപ്പ് ബ്രഷും പറയാം കേട്ടോ. ശരിക്കും മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് ബ്രഷ് വേണമെന്ന് ചോദിച്ചാൽ മേക്കപ്പ് ബ്രഷ് ഇല്ലാണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. എങ്കിലും നമ്മളൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് മേക്കപ്പ് ബ്രഷ് വേണം. അപ്പോൾ കുറച്ച് മേക്കപ്പ് ബ്രഷും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. എൻ്റെ കയ്യിലിരിക്കുന്ന മേക്കപ്പ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഡ്യൂക്കെയറിൻ്റെ ബ്രഷാട്ടോ. ഒരു നല്ലൊരു പൗച്ചിലൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2-2.5 വർഷം ആവാറായിട്ടോ. അതുകൊണ്ടാണ് പൗച്ചൊക്കെ ഇമ്മണി ചീത്തയായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഇതിന് 3000 രൂപ അടുപ്പിച്ചായിരുന്നു. ആ ടൈമിൽ മറ്റേ PACയുടെ ബ്രഷ് ഉണ്ടായിരുന്നു. PACയുടെ ബ്രഷ് അടിപൊളിയാട്ടോ. അത് ഒരു 8000 രൂപ അടുപ്പിച്ചാകും. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വൈസ് ഒക്കെ കിട്ടുന്ന അടിപൊളി ഒരു ബ്രഷാണ് ഡ്യൂക്കെയറിൻ്റെ. ഇപ്പം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം 28 ബ്രഷ് പീസ് ഉള്ളത് ഏകദേശം 1999 രൂപയ്ക്ക് നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ 32 പീസിന് 3000 രൂപ അടുപ്പിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബ്രാൻഡാട്ടോ ബ്രഷ്. അത് മാത്രമല്ല അവർ വെറുതെ ബ്രഷ് ആയിട്ടല്ല തരുന്നത്, നല്ലൊരു പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് സിബും കാര്യങ്ങളും ഉണ്ട്, 3 അറയുണ്ട്. അതേപോലെ തന്നെ ബ്രഷ് സേഫായിട്ട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കളറൊക്കെ കുറേ മങ്ങിപ്പോയിട്ടോ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രഷെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു വീഡിയോ കൂടെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ബ്രഷ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ട് വെച്ചേക്കരുത്. വെക്കുമ്പോഴത്തേക്കും അതിൽ ഫംഗസ് ഒക്കെ വന്നിട്ട് പിന്നെയും നമ്മൾ നമ്മുടെ ഫേസിൽ ടച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഫേസിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ വീണ്ടും ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരാളുടെ ഫേസിൽ യൂസ് ചെയ്ത ബ്രഷ് നമ്മൾ മറ്റൊരാളുടെ ഫേസിൽ ഡയറക്റ്റ് കൊണ്ട് യൂസ് ചെയ്യരുത്. കാരണം അവരുടെ ഫേസിൽ എന്തൊക്കെ ഇഷ്യൂസാണ് ഉള്ളതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ബ്രഷ് ക്ലെൻസർ വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് ഒരു ടിഷ്യൂവിൽ അടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ തൂത്തെടുക്കുക. അത് മാത്രമല്ല, ബ്രഷ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ബ്രഷിനെ നമ്മൾ കുറേ സംരക്ഷിച്ച് വെക്കണം. ഇല്ലെങ്കിൽ വേഗം ഇതിൻ്റെ ഹെയർസൊക്കെ നഷ്ടപ്പെട്ടിട്ട് ബ്രഷ് ചീത്തയായി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ബ്രഷ് വാഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു ലിക്വിഡോ എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടേ എടുക്കാം, അല്ലാണ്ട് ഹാർഷായിട്ട് ഇങ്ങനെ എടുക്കില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രഷിൻ്റെ ആ ഷേപ്പ് അങ്ങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കഴുകുക. അതേപോലെ തന്നെ ഡയറക്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കരുത് ബ്രഷ് ജസ്റ്റ് ഇത്ര ഭാഗം മാത്രം വാഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഉണക്കുന്ന ടൈമിൽ ഇങ്ങനെ വെച്ച് ഉണക്കല്ല, ഇങ്ങനെ കുത്തനെ. അപ്പോൾ ഇതിൽ നിന്ന് ഈർപ്പം തേണ്ട ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഗമ്മും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഗമ്മിലായിട്ട് ഈ ഹെയർസ് വേഗം പൊഴിഞ്ഞു പോകും. അപ്പോൾ ബ്രഷ് ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഉണക്കുക. അതേപോലെ ഡയറക്റ്റ് നമുക്കിപ്പം എനിക്ക് പെട്ടെന്ന് ബ്രഷ് ഉണക്കണമെന്ന് വെച്ചിട്ട് ഡയറക്റ്റ് സൂര്യൻ്റെ വെയിലത്തോ അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള സ്ഥലത്തോ കൊണ്ട് ബ്രഷ് വെക്കരുത്. അപ്പോൾ ബ്രഷ് നമ്മൾ സേഫായിട്ട് ഒരുപാട് ഈർപ്പമൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഡ്രൈ ആകുന്നിടത്തേ വെക്കാവൂ. അപ്പോൾ ഈ മൂക്കിൻ്റെ ഈ പാട് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ ഇങ്ങനെ ജെവിടി ചെയ്താട്ടോ. ഇതിങ്ങനെ അങ്ങ് ചോര ചത്ത് ഇവിടെ അതാ ഈ പാട്. ഇപ്പം കുറച്ച് മുമ്പ് സംഭവിച്ച കാര്യം കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ബ്രഷ് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് തന്നെ ഈ ബ്രഷ് എന്തായാലും പരിചയപ്പെടാം. ഇത് വന്നിട്ട് വലിയൊരു പൗഡർ ബ്രഷാണ്. നമുക്ക് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പൗഡർ ബ്രഷ്. ഒരുപാട് ബ്രഷുണ്ട്. സെയിം ബ്രഷ് തന്നെ നമുക്ക് വേറെ യൂസിന് എടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ വളരെ 1-2 ബ്രഷേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഫേസ് ഫുള്ള് മേക്കപ്പ് ചെയ്യണം. അപ്പം നമുക്ക് സെയിം ബ്രഷ് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന ബ്രഷ് ഇന്നതിന് മാത്രമേ യൂസ് ചെയ്യാവൂ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം എന്താ നീ മറ്റേ ബ്രഷ് യൂസ് ചെയ്യാൻ ഞാനൊന്നും ആരും ചോദിക്കാൻ വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് പൗഡർ ബ്രഷാണ്. അതിന് ശേഷം ഇത് ഐബ്രോ ബ്രഷാട്ടോ. ഐബ്രോ ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. നമ്മൾ ഐബ്രോ എഴുതി കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് ഐബ്രോ കോംബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ പോവും. ഇത് പിന്നെ ഒരു ചീപ്പാട്ടോ, ഐബ്രോ ചീപ്പ് എന്നൊരു ചീപ്പ്. അപ്പോൾ ഇതാണ് അടുത്ത് വരുന്നത്. ഇത് പഴയ ടൈപ്പാട്ടോ. ഇപ്പോഴത്തെ ബ്രഷിൽ ഇങ്ങനത്തെ അല്ല, സ്പൂളിയാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബ്രഷ് ഇതാണ്. അടുത്ത ബ്രഷ് വന്നിട്ട് ഫൗണ്ടേഷൻ ബ്രഷാട്ടോ വരുന്നത്. ഇതിൻ്റെയൊക്കെ കളറൊക്കെ കുറേ മങ്ങി, കാരണം ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ളേ ഫൗണ്ടേഷൻ ബ്രഷ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയോ ഡാബ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യരുത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ കാണിച്ചു തരാം.
അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ബ്രഷാണ്. അടുത്തത് ഇത് പറയുന്നൊരു കൺസീലർ ബ്രഷ് ആട്ടോ. നമ്മുടെ ഈ അണ്ടർ ഏരിയയൊക്കെ കൺസീൽ ചെയ്യാനായിട്ട് കൺസീലർ ഇട്ടിട്ട്, അതായത് നമ്മുടെ വലിയ ബ്രഷ് കൊണ്ട്, എനിക്കിപ്പം ഈ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുന്നതിലും കംഫർട്ട് ഈ ബ്രഷ് കൊണ്ടായിരിക്കും, ഈ ഭാഗമൊക്കെ എനിക്ക് ചെയ്യാനും വേണ്ടി. അപ്പോൾ ഒരു കൺസീലർ ബ്രഷ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു കോണ്ടോർ ബ്രഷ് ആട്ടോ. കോണ്ടോർ ബ്രഷ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദണ്ട് ഈ എഡ്ജ് വന്നിട്ട് കുറച്ച് പൊങ്ങി ഇങ്ങോട്ട് താന്ന്. അപ്പം ദണ്ട് ഈ ഒരു പോർഷനൊക്കെ നമുക്ക് കോണ്ടോർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന കോണ്ടോർ ബ്രഷാണ് നെക്സ്റ്റ് ഇതിൽ വരുന്നത്. ഇതിൽ 28 ബ്രഷസ് ആട്ടോ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എഗെയിൻ ഒരു സ്മോൾ പൗഡർ ബ്രഷാണ്. ഇത് ശരിക്കും എൻ്റെ ബ്രഷ് അല്ല കേട്ടോ. എൻ്റെ ബ്രഷ് ഞാനവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ കഴുകി വെച്ച് ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ഇത് എന്നെക്കാളും കുറച്ചുകൂടെ പഴകിയ ബ്രഷാണ്. അപ്പോൾ ഇത് എഗെയിൻ പൗഡർ ബ്രഷാണ്. നെക്സ്റ്റ് ബ്രഷ് വരുന്നത്, ഇത് നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ബ്രഷ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ബ്രഷ് തന്നെ മൾട്ടിപ്പിൾ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വെവ്വേറെ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ പൗഡർ ബ്രഷ് ഉണ്ടെന്ന്. വീണ്ടും ഒരു പൗഡർ ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ എഗെയിൻ ഒരു പൗഡർ ബ്രഷ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ബ്രഷ് ഇത് നമുക്ക് ലിപ്പ് നന്നായിട്ട് ഷേപ്പിന് ചെയ്ത്, നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് എടുത്ത് ലിപ്പിലിടുകയാണെങ്കിൽ ലിപ്പിൻ്റെ ആ ഷേപ്പ് കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ലിപ്പ് ലൈനർ ഇല്ല, ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് വേണ്ട ഈ കൂർത്ത ഭാഗം കൊണ്ട് അത് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ലിപ്സ്റ്റിക് ബ്രഷാണ് എഗെയിൻ. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് വേണ്ട ഈ ഏരിയയൊക്കെ വേണമെങ്കിൽ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, സെയിം ബ്രഷ് തന്നെ നമുക്ക് പല യൂസിനായിട്ട് എടുക്കാനായിട്ട് പറ്റും. അടുത്ത വരുന്ന ഒരു ഐബ്രോ ബ്രഷ് ആട്ടോ. നമുക്ക് ഐബ്രോ വരയ്ക്കാനും വേണ്ടി, അതും കാണുമ്പോഴേ മനസ്സിലാവും ഒരെണ്ട് പൊങ്ങിയിരിക്കും ഒരെണ്ട് താന്നിരിക്കും. അപ്പോൾ ഐബ്രോ ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഐബ്രോ ബ്രഷാണ് അടുത്തതായിട്ട് വരുന്നത്. ഇനി വരുന്നത് സ്മോൾ സൈസ് കൺസീലർ ബ്രഷസ് ആണ്. അതായത് നമുക്ക് ഈ നമ്മുടെ കണ്ണിൻ്റെ മണ്ടയിൽ കൺസീലറൊക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്മോൾ സൈസ് കൺസീലർ ബ്രഷ് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ബ്രഷ് സ്കിപ്പ് ചെയ്തു കേട്ടോ. സെയിം പർപ്പസ് തന്നെയുള്ള ബ്രഷ് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നീട് നമുക്ക് വരുന്നത് ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ്. എഗെയിൻ ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇതിലിപ്പോൾ ഫൗണ്ടേഷൻ്റെയൊക്കെ കളറുണ്ട് കേട്ടോ. എത്ര ഞാൻ വാഷ് ചെയ്തിട്ട് ഈ കളറൊന്നും പോകുന്നില്ല, കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ബ്രഷുണ്ട്. പിന്നെ നമുക്ക് ഞാനിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐ ഷാഡോ ഇട്ടിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യാൻ, ഈ മുകൾ വശമൊക്കെ സ്മഡ്ജ് ചെയ്യാനാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണേൽ കണ്ണിൻ്റെ മണ്ടേ പൗഡറൊക്കെ ഇടാനും ഈ ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തത് വരുന്നതാണ് നമ്മുടെ ഐ ഷാഡോ ബ്രഷ്. ഐ ഷാഡോ ബ്രഷ് കുറേ കാണും. ഇത് അത്യാവശ്യം വലിയൊരു ഐ ഷാഡോ ബ്രഷ് ആട്ടോ. ഇപ്പോൾ ഐ ഷാഡോ യൂസ് ചെയ്തതിൻ്റെ കളറാണ്, പക്ഷെ ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐ ഷാഡോ ബ്രഷസ് ആയിരുന്നു. അപ്പോൾ ഇതൊരു ഐ ഷാഡോ ബ്രഷാണ്. നമുക്ക് ഐ ഷാഡോ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഐ ഷാഡോ ബ്രഷ് എപ്പോഴും അതിൻ്റെ ടിപ്പ് വന്നിട്ട് ഉരുണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഐ ഷാഡോ ബ്രഷ്. എഗെയിൻ നമുക്കൊരു ലിപ്സ്റ്റിക് ബ്രഷ് ഉണ്ട്. നേരത്തെ ലിപ്സ്റ്റിക് ബ്രഷിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ ലിപ്സ്റ്റിക് ബ്രഷ് കേട്ടോ. ഇതിൻ്റെ ഹെയറൊക്കെ പോവാറായി ഏകദേശം. അപ്പോൾ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ ഒരു ലിപ്സ്റ്റിക് ബ്രഷാണ്. നേരത്തെ കുറച്ചുകൂടെ വീതിയുള്ളൊരു ലിപ്സ്റ്റിക് ബ്രഷായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് വരുന്ന ബ്രഷ് എന്ന് പറയുന്നത് ഐലൈനർ ബ്രഷ് ആട്ടോ. അതായത് ഐ ലൈൻ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഐലൈനർ ബ്രഷാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഐലൈനർ എടുക്കുക, അതിന് ശേഷം നമ്മൾ വരച്ചു കൊടുക്കുക. ഇതും കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കണ്ണെഴുതാനായിട്ട് പറ്റും കേട്ടോ ഈ ബ്രഷും കൊണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് ഒരു കോണ്ടോർ ബ്രഷാണ്. ഓൾറെഡി നമ്മളൊരു വലിയ കോണ്ടോർ ബ്രഷ് കണ്ടു. അതിൻ്റെ ഒരു സ്മോൾ സൈസ് കോണ്ടോർ ബ്രഷാണ്. അതായത് ഈ നോസ് ഏരിയയൊക്കെ നമുക്ക് കോണ്ടോർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അത്രയും വലിയ ബ്രഷ് കൊണ്ട് നോസ് കോണ്ടോർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു കോണ്ടോർ ബ്രഷാണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഈ ബ്രഷ് നമുക്ക് കുറേ പർപ്പസായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഐ ചെയ്തിട്ട് നമ്മൾ ലൈൻ ചെയ്യില്ലേ, ഐലൈനർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്മഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടേക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലിപ്പ് ലൈൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ പർപ്പസ് ഉള്ളൊരു ബ്രഷാണ് അടുത്തത്. ഈ ഡ്യൂക്കേൻ്റെ ബ്രഷിലെല്ലാം നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്പേഴ്സ് കാണും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട ഏത് ബ്രഷാണ്, പിന്നെ പേരൂടെ ഒട്ടിച്ചാൽ മതി. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 4 ബ്രഷ് ഉള്ളെങ്കിൽ ഞാൻ ആ 4 ബ്രഷ് കൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അയ്യോ എനിക്ക് ഇന്ന ബ്രഷ് തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മളിരിക്കില്ല കേട്ടോ. അടുത്തതും വരുന്ന ഒരു ഐ ഷാഡോ ബ്രഷ് ആട്ടോ വരുന്നത്. ഐ ഷാഡോ ബ്രഷ് അത്യാവശ്യം കുറച്ചധികം ഇതിലുണ്ട്.
അപ്പോൾ എഗെയിൻ ഒരു ഐ ഷാഡോ ബ്രഷ് ഉണ്ട്. അതൊരു കുഞ്ഞ് ഐ ഷാഡോ ബ്രഷാണ്. സൈസ് കുറച്ച് ബ്രഷൊക്കെ ചാടിത്തറയിൽ പോകുന്നു കേട്ടോ. പലതും പല സൈസിലായിരിക്കും. വീണ്ടും ഒരു ഐ ഷാഡോ ബ്രഷാട്ടോ വരുന്നത്. ഇതിലത്തെ വൈറ്റ് ഹെയർസ് ഉള്ള 2 ബ്രഷാണ് ഇതിൽ വരുന്നത്. ഇതും ഐ ഷാഡോ ബ്രഷാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ ബ്രഷ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം എല്ലാം സെയിം പർപ്പസ് തന്നെ ആയിരിക്കും. അടുത്തത് നമുക്കൊരു കൺസീലറൊക്കെ നമ്മുടെ ഐബ്രോ ഒക്കെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇത് കൊണ്ട് ഇങ്ങനെ വരച്ച് കൺസീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഈ നോസ് ഏരിയയൊക്കെ കൺസീൽ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു കൺസീലർ ബ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രഷാട്ടോ ഇത്. അപ്പോൾ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് നമ്മുടെ ഡ്യൂക്ക് കെയർ വന്നിട്ടൊരു അടിപൊളി ബ്രാൻഡാണ് ഡ്യൂക്ക് കെയർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മേക്കപ്പ് ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ PACയുടെ മേക്കപ്പ് ബ്രഷ് ആയിരിക്കും. അത് കുറച്ച് റേറ്റ് കൂടുതലാണ്, എങ്കിലും സംഭവം അടിപൊളിയാട്ടോ. നമുക്ക് ഇതും അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആനയെ ആടും പോലുള്ള വ്യത്യാസമുണ്ട്. കാരണം ഫൗണ്ടേഷൻ ബ്രഷൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു സ്പഞ്ച് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും അതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ബ്രഷിനെ പറ്റി. ഒറ്റ തവണ കണ്ടാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് ഒരു ഐഡിയയും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കുറച്ച് നോളജ് എനിക്ക് മനസ്സിലായല്ലോ. ഇന്ന ബ്രഷ് ഇന്നതിനാണ്, ഇത്ര ബ്രഷസ് ഉണ്ട്, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ. ഇവിടെ മുടിഞ്ഞ ചൂടാട്ടോ. ഒരു ദിവസം മഴ പെയ്യാതിരുന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഭയങ്കര ചൂട്, വിയർത്ത് കുഴഞ്ഞു പോയി ഞാൻ. അപ്പോൾ ടാറ്റാ.